വിശുദ്ധ മർക്കോസിന് സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 33 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ 6 മണി നേരമായപ്പോൾ 9 മണി നേരത്തോളം ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. 9 മണി നേരത്തെ യേശു എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥമുള്ള ഏലോഹീം ഏലോഹീം ലമ്മാ ശബക്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. അരിയിൽ നിന്നവരിൽ ചിലർ കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഒരുത്തൻ ഓടി ഒരു സ്പോങ്ങിൽ പുളിച്ച വീഞ്ഞ് നിറച്ച് ഒരു ഓടക്കോലിന്മേലാക്കി നിൽപ്പി, ഏലിയാവിനെ ഇറക്കുവാൻ വരുമോ എന്ന് നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അവന് കുടിപ്പാൻ കൊടുത്തു. യേശു ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. ഉടനെ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം 2 ചീന്തിപ്പോയി. അവനെതിരെ നിന്നിരുന്ന ശതാധിപൻ അവനിങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട്, ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു. സ്ത്രീകളും ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും ചെറിയ യാക്കോബിൻ്റെയും യോസയുടെയും അമ്മ മറിയയും ശലോമിയും ഉണ്ടായിരുന്നു. അവൻ ഗലീലയിലിരിക്കുമ്പോൾ അവർ അവനെ അനുഗമിച്ചും ശുശ്രൂഷിച്ചും പോന്നു. അവനോടുകൂടെ യെരുശലേമിലേക്ക് വന്ന മറ്റ് സ്ത്രീകളും ഉണ്ടായിരുന്നു. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, കർത്താവായ യേശു കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്ത് കൂടെ നിന്ന മഗ്ദലക്കാരത്തി മറിയയും വിശുദ്ധ കന്യകമറിയാമിനും ഉൾപ്പെടെ യേശുവിൻ്റെ അനുഗമിച്ച ആ സ്ത്രീകളുടെ ധൈര്യവും ആത്മാർത്ഥതയും, എല്ലാവരും ഓടിപ്പോയപ്പോൾ, എല്ലാവരും വിട്ടുപോയപ്പോൾ ആ ശുശ്രൂഷയിൽ കർത്താവിനോടൊപ്പം നിൽക്കുവാൻ സാധിക്കുന്ന ഈ മനോഭാവം നമ്മൾക്കുണ്ടായിരിക്കണം. അവർക്ക് ഭയമൊന്നും വന്നില്ല. അവർക്കറിയാം അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന്. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ മരണത്തിൽ, യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിൽ, യേശുവിൻ്റെ മരണത്തിൽ ഞാനും നിങ്ങൾക്കും മരണമുണ്ട്. എപ്പോഴെവിടെയെന്ന് എങ്ങനെയെന്നറിയില്ല. ഏത് നിമിഷം നമ്മളെ ദൈവം വിളിച്ചാലും ദൈവത്തിൻ്റെ സന്നിധിയിലെത്താമെന്നുള്ള വലിയ പ്രത്യാശയോടെ ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കൃപ ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, യേശു കർത്താവിൻ്റെ മരണം, ഞങ്ങൾക്കും മരണമുണ്ട്. ഏത് നിമിഷത്തിലായാലും നിത്യത്തിലെത്താമെന്നുള്ള വലിയ പ്രത്യാശയോടെ ജീവിക്കുവാൻ, ഉയർപ്പിൻ്റെ പ്രത്യാശയിലായിരിക്കാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.